കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. തരൂരിനെ പ്രധാനമന്ത്രി വിളിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശശി തരൂർ സ്വീകരിച്ച നിലപാട് പല കോൺഗ്രസ് നേതാക്കളിലും അതൃപ്തിയുണ്ടാക്കിയിരുന്നു. അതിനു പിന്നാലെയാണിപ്പോൾ മോദി തരൂരിനെ നേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഇതും കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ തരൂർ ബി.ജെ.പിയിലേക്ക് ചുവടുമാറുമെന്ന വാർത്ത പോലും വന്നിരുന്നു. തരൂർ പരസ്യമായി തന്നെ ഇതിനെ തള്ളി. കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ശശി തരൂരിന് മറ്റേത് കോൺഗ്രസ് നേതാവിനേക്കാളും ജനപ്രീതിയുണ്ട്. അത് രാഷ്ട്രീയ പ്രായഭേദമന്യേ ഉണ്ടെന്ന് കോൺഗ്രസിനും തരൂരിനും അറിയാം. തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് ഏറെ കുറേ വർഷങ്ങളായി തരൂരിലൂടെ കോൺഗ്രസിന്റെ കയ്യിൽ സുരക്ഷിതമായുണ്ട്. തരൂരിന് നേരെ ഒന്ന് കണ്ണുരുട്ടിയാൽ നാളെ ആ ലോക്സഭാ സീറ്റ് താമരയ്ക്കൊപ്പം പോകുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിഷയം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക കൂടിക്കാഴ്ച എന്നാണ് വിശദീകരണം. തരൂരിന് പദവി നൽകുന്നതൊന്നും ചർച്ചയായിട്ടില്ലെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ പ്രതികരണത്തിനില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അതേസമയം ശശി തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. തരൂരിനെതിരെ ശ്രദ്ധയോടെ നീങ്ങാനാണ് നീക്കം. വിദേശ നയത്തിൽ തരൂരിന്റെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് തുടരാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് വ്യക്തമായി നിരീക്ഷിക്കാനും കോൺഗ്രസ് നേതൃത്വം നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂർ വിഷയം ഏറെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക എന്നത് കോൺഗ്രസിന് വലിയ വെല്ലുവിളി കൂടിയാണ്.